പുഷ്പ ടു ദ റൂൾ എന്ന സിനിമയുടെ 4ാമത്തെ പാട്ടായ ഫീലിങ്സ് ഇന്ന് റിലീസായിരിക്കുകയാണ്. ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീലിങ്സ് എന്നൊരു വാക്കിനെ നമ്മൾ കൊളോക്കിയലായി ഒന്ന് പറയുന്നതാണ് ഈ ഫീലിങ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പാട്ട് കേട്ടതിന് ശേഷം. കൂടാതെ തന്നെ വളരെ ക്യാച്ചി ആയിട്ടുള്ളൊരു ട്യൂണാണ് ഈ പാട്ടിനുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ എല്ലാം ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും ഈ ഒരു പാട്ട് ഇഷ്ടമായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കൂടാതെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ടിനിടയ്ക്കുള്ള മലയാളം ലിറിക്സ് അല്ലു അർജുൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു പാട്ടിനിടയ്ക്ക് മലയാളം ലിറിക്സ് ഉണ്ടാകുമെന്നും. ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ വേർഷൻസിലും, അതായത് തെലുങ്ക്, ഹിന്ദി അടക്കം മറ്റ് ഭാഷകളിലേക്ക് ഈ ഒരു പാട്ടിൽ ഇത്രയും പോർഷൻ മലയാളം ലിറിക്സ് അങ്ങനെ തന്നെ അവർ നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയാണ്. അതായത് മലയാളം എന്നൊരു ഭാഷയെ എത്രത്തോളം വികലമാക്കി പ്രസൻറ്റ് ചെയ്യാമോ അത്രത്തോളം വികലമാക്കി ചെയ്യുന്നതിൽ അഗ്രഗണ്യരാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി. അവരെ ഈ ഒരു അവസരത്തിൽ സ്മരിക്കാതെ എനിക്ക് വേറൊരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എടുത്തു പറയാനായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളും ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് വേട്ടയാൻ എന്ന സിനിമയുടെ മലയാളം ഭാഷയെ വളരെ വികലമാക്കി പ്രസൻറ്റ് ചെയ്ത മനസ്സിലായി എന്നുള്ളൊരു പാട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം ഈ ഒരു സിനിമയുടെ ബുക്കിങ്സ് കൂടെ ഇന്ന് ഓപ്പൺ ആയിരിക്കുകയാണ്. കേരളത്തിൽ രാവിലെ തന്നെ ഓപ്പണായി. എൻ്റെ ടിക്കറ്റ് ഞാൻ കരസ്ഥമാക്കി. ഈ അവസരത്തിൽ എനിക്ക് ടിക്കറ്റ് എടുത്തു തന്ന എൻ്റെ സുഹൃത്ത് ശ്രീനാഥിനെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ഹൈദരാബാദിലടക്കം തെലങ്കാനയിൽ, അതായത് തെലുങ്ക് വേർഷൻ റിലീസാവുന്ന തെലങ്കാനയിൽ ഏകദേശം എല്ലാ ഷോസും ഇപ്പോൾ സോൾഡ് ഔട്ട് എന്നുള്ളൊരു സ്റ്റാറ്റസാണ് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ എന്തുകൊണ്ടോ ഈ സിനിമയുടെ ബുക്കിംഗ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. കൂടാതെ തന്നെ തെലങ്കാനയിൽ 4-ാം തീയതി രാത്രി മുതൽ, അതായത് 5-ാം തീയതിയാണ് സിനിമ ഒഫീഷ്യലി റിലീസാവുന്നതെങ്കിലും 4-ാം തീയതി രാത്രി 9 മണി മുതൽ 800 രൂപ മുതൽ 3000 രൂപ വരുന്ന ടിക്കറ്റ് നിരക്കുകളിൽ പ്രീമിയർ ഷോസ് ഉണ്ടാകുമെന്ന് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞു. കൂടാതെ തന്നെ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും ഈ ഒരു ബുക്കിംഗ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട വളരെ ചുരുക്കം ചില സിനിമകളിൽ ഒന്നാണ് ഈ പുഷ്പ. ഒരുപക്ഷെ ഈ ഒരു സിനിമയുടെ 1ാം ഭാഗം ചിത്രീകരിക്കുമ്പോഴോ അത് റിലീസാകുമ്പോഴത്തേക്ക് അതിൻ്റെ മേക്കേഴ്സ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഇത്രത്തോളം ഒരു വൈഡ് അക്സെപ്റ്റൻസ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടുമെന്ന്. കൂടാതെ തന്നെ എടുത്തു പറയേണ്ടത് നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനാണ് ഇത് കൂടുതലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടത് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കിയത്. പൊതുവെ കേരളത്തിന് 1ാം ഭാഗത്തിന് അത്രത്തോളം ഒരു മികച്ച റെസ്പോൺസ് അല്ല കിട്ടിയത്. എന്നിരുന്നാൽ കൂടെ 2ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എല്ലാവരും. കേരളത്തിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് തന്നെ അതിൻ്റെ നല്ലൊരു തെളിവാണ്. ഇനി ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ സിനിമയിൽ നിന്നുള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് കൂടെ പറഞ്ഞു നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുവേ സിനിമകളെ ഒരു തുറന്ന മനസ്സോടെ സമീപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതായത് ടിക്കറ്റ് എടുത്ത് നമ്മൾ സിനിമ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞ് സിനിമയുടെ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു മീറ്റർ പിടിച്ച് പോവുക എന്നുള്ളതാണ്. ആ സിനിമയുടെ ജോണർ ഏതും ആയിക്കൊള്ളട്ടെ. മിക്കവാറും സിനിമകൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റി ആസ്വദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്നാൽ ചുരുക്കം ചില സിനിമകൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ അന്നേരം നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയില്ലേ, അപ്പോൾ പിന്നെ നമ്മൾ അവസാനം വരുന്ന കാണുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അതുപോലെ തന്നെ വെറുപ്പിക്കുന്ന അനുഭവങ്ങളും സിനിമകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വർഷം ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് 2 സിനിമകൾ മാത്രമേ ആ ഒരു ശ്രേണിയിൽ, ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്, ആ ഒരു വെറുപ്പിക്കൽ എന്നുള്ളൊരു ശ്രേണിയിലേക്ക് എനിക്ക് അനുഭവപ്പെട്ട 2 സിനിമകൾ, ഒന്ന് മലയാളത്തിൽ റിലീസായ തെക്ക് വടക്കുന്നൊരു സിനിമയാണ്, അതുപോലെ തന്നെ തമിഴിൽ റിലീസായ കങ്കുവ എന്ന സിനിമയും. ഈ ഒരു സിനിമയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓൾറെഡി ഇതിൻ്റെ 1ാം ഭാഗം റിലീസായി നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. എൻ്റെ കഥ എന്താണെന്ന് അറിയാം. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം എന്തായിരിക്കുന്ന ഒരു കഥ എന്നുള്ളൊരു ഊഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് 1ാം ഭാഗം മറ്റു മലയാളികളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫഹദ് ഫാസിലിൻ്റെ അവതരിപ്പിച്ച കഥാപാത്രത്തിന് സെക്കൻഡ് പാർട്ടിൽ അധികം ഇമ്പോർട്ടൻസ് ഒന്നും കാണില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അനുമാനം. കാരണം ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ചന്ദനക്കടത്തൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ 1ാം ഭാഗത്തിൽ കൂടെ കണ്ടത്. അതായത് അല്ലു അർജുൻ അവതരിപ്പിച്ച പുഷ്പരാജ് എന്ന കഥാപാത്രത്തിൽ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഡീലിങ്സ് ഒക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ്. അപ്പം ആ ലെവലിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഫഹദ് ഫാസിലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത പോയത്. പക്ഷേ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടത് 2 പേർക്കും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടാകും, ഇവർ തമ്മിലൊരു ഫേസ് ഓഫ് ഉണ്ടാവും എന്നൊക്കെയാണ്. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതുപോലെ തന്നെ കുറച്ചധികം തവണ റീഷെഡ്യൂൾ ചെയ്യപ്പെടുകയും സ്ക്രിപ്റ്റിൽ കുറച്ചധികം മാറ്റങ്ങളൊക്കെ അപ്പോഴപ്പോഴായി വരുത്തപ്പെടേണ്ട സാഹചര്യം ഇതിൻ്റെ മേക്കേഴ്സിന് ഉണ്ടായി എന്നാണ് സിനിമാ സംബന്ധിയായ പരിപാടികളിലോ ചർച്ചകളിലും കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KGF 2 എന്ന സിനിമയുടെ ഒരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. അപ്പം അതുമായിട്ട് മാച്ച് ചെയ്യപ്പെടുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യപ്പെടാനോ സാധ്യതയുള്ളത് കൊണ്ട് അതിൽ നിന്നൊരു മികച്ച് ഒരു പടിയെങ്കിലും ഒന്ന് മുകളിൽ നിൽക്കുക എന്നുള്ളതായിരിക്കും ഈ ഒരു മേക്കേഴ്സിൻ്റെ ഒരു ഉദ്ദേശം. ഇതുവരെ വന്ന ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ്സിൽ നിന്ന്
എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ഭോജ്പൂരി സിനിമ പോലെയാണ്. അത് ഈ സിനിമയുടെ ടീസറാവട്ടെ, ഇതുവരെ റിലീസായ പാട്ടുകളാവട്ടെ, എനിക്ക് ആ ഒരു ഭോജ്പൂരി വൈബാണ് എനിക്ക് അതിൽ നിന്നെല്ലാം കിട്ടുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഭോജ്പൂരി ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഭാഷയോ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് പൊതുവായി ഇപ്പോൾ ഭോജ്പൂരി എന്താണെന്ന്, ഭോജ്പൂരി ഭാഷയെപ്പറ്റി ഭൂരിഭാഗം എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ബീഹാറിൽ സംസാരിക്കുന്ന ഒന്നിലധികം ഭാഷകൾ അവിടെ സംസാരിക്കാറുണ്ട്. ഹിന്ദി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈഥിലി അല്ലെങ്കിൽ ഭോജ്പൂരി എന്നീ തുടങ്ങിയ ഭാഷകളുണ്ട്. അതിൽ തന്നെ ഒരു നല്ലൊരു ജനത സംസാരിക്കുന്നത് ഭോജ്പൂരി ഭാഷയിലാണ്. കൂടാതെ തന്നെ ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലും ഈ ഒരു ഭോജ്പൂരി ഭാഷ സംസാരിക്കുന്നുണ്ട്. ഭോജ്പൂരി പാട്ടുകളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ ട്രോളുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പാട്ടുകളാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് മില്യൺ കണക്കിലാണ് ആ ഒരു പാട്ടുകളുടെയൊക്കെ ഒരു വ്യൂസൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഭോജ്പൂരി ഒരു ഇൻഡസ്ട്രി, ആ ഒരു ഭോജ്പൂരി മൂവി ഇൻഡസ്ട്രി നിലവിലുണ്ട്. ധാരാളം ഭോജ്പൂരി ഭാഷയിൽ സിനിമകൾ വരാറുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇതൊരു വലിയൊരു ക്യാൻവാസിൽ വരുന്നൊരു ഭോജ്പൂരി ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു വൈബ് എനിക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു യൂട്യൂബിൽ കയറിയിട്ട് ഒരു പുതിയൊരു ഭോജ്പൂരി സോങ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു പാട്ടുകൾ കാണുമ്പോൾ ഇന്ന് റിലീസായ അല്ലെങ്കിൽ ഇതിനു മുമ്പ് റിലീസായ കിസക്ക് എന്നൊരു പാട്ടോ അതുപോലെ ഫീലിങ്സ് എന്നൊരു പാട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ ഒരു ഭോജ്പൂരി വൈബ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ഈ ഭോജ്പൂരി പാട്ടുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭോജ്പൂരി ആൽബം പാട്ടുകളെക്കുറിച്ചാണ്. അതായത് ഓട്ടോ ട്യൂണിൻ്റെ അതിപ്രസരവും ഡബിൾ മീനിങ് പരാമർശങ്ങളുടെ കുത്തൊഴുക്കുകളുമാണ് നമ്മൾ സാധാരണ ഒരു ഭോജ്പൂരി പാട്ടുകളിൽ നമ്മൾ കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുക. അപ്പോഴും ചില പാട്ടുകളൊക്കെ വളരെയേറെ ഹിറ്റാവാറുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടമുള്ള പാട്ടുകളുമുണ്ട്. എടുത്തു പറയേണ്ടത് 2008 റിലീസായ പവൻ സിംഗിൻ്റെ ലോലിപോപ്പ് ലാഗേലോ എന്നുള്ളൊരു പാട്ട് വളരെ ഹിറ്റായുള്ള ഒരു ഇൻ്റർനാഷണലി ഹിറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല ഫോറിനേഴ്സും ആ ഒരു പാട്ടിൻ്റെ അവരുടേതായ ഒരു വെർഷൻസ് പാടിയതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഹാപ്പി മോഡിൽ, അതായത് നമ്മളൊരു വലിയൊരു ലാർജർ ക്യാൻവാസിൽ വരുന്ന ഒരു ഭോജ്പൂരി സിനിമ ഇത് കാണാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ പോവുക. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം, ഓൾ ഇന്ത്യ ബക്ചോദ് അവർ യൂട്യൂബിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമാശ രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ഓരോ സിനിമാ പ്രേക്ഷകർ ടൈപ്പ് ഓഫ് ഓഡിയൻസ് എങ്ങനെയായിരിക്കും, അതായത് ഓരോ ടൈപ്പ് സിനിമകൾക്ക്, അതായത് സൽമാൻ ഖാൻ്റെ സിനിമകളിൽ എങ്ങനെയായിരിക്കും ആ ഒരു പ്രേക്ഷകർ പ്രതികരിക്കുക അല്ലെങ്കിൽ തിയേറ്ററിൽ, അതുപോലെ തന്നെ പല പല ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, അതിൽ തന്നെ അവർ പരാമർശിച്ചു പോകുന്നൊരു കാര്യമുണ്ട് ഭോജ്പൂരി സിനിമകൾ. അതൊരു തമാശ രീതിയിലാണ് അവർ പറഞ്ഞു പോകുന്നത്. അപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ്, അതായത് ഒരു തുറന്ന മനസ്സോടെ ഒരു അല്ലു അർജുൻ അഭിനയിക്കുന്ന ഒരു ഭോജ്പൂരി സിനിമ, ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ പുഷ്പ 2 എന്ന സിനിമ കാണാൻ വേണ്ടി ആ ഒരു തിയേറ്ററിലേക്ക് പോകുക.